അല്ലാഹുവേ ഈ സയ്യിദിനെ മുൻനിർത്തിയിട്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. ശൈഖുനാ സുലൈമാൻ ഉസ്താദ് അവர்கள் ദുആ ചെയ്തത് മുഴുവൻ സമയവും തങ്ങളുടെ കയ്യിൽ പിടിച്ച് ഈ പിടികൈ കൊണ്ട് രക്ഷപ്പെടണമെന്ന നിലക്കാണ് അവിടുന്ന് ദുആ ചെയ്തു കാണിച്ചു തന്നത്. ഇതാണ് ആലിമീങ്ങൾ നമുക്ക് പകർന്നു തന്നത്. അഹ്ലുബൈത്തിന്റെ ബഹുമാനം നമുക്ക് കാണിച്ചു തന്നത്. അല്ലാഹു തആല ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും പൊരുത്തവും ബറക്കത്തുമുള്ളവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളതുകൊണ്ട് ആദരിക്കണം, ബഹുമാനിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് ബഹുമാനപ്പെട്ടതാണ്. അതിൽ ഒന്നിനെയും വില കുറച്ച് കണ്ടുകൂടാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തിന് ബഹുമാനമുണ്ട്. അതല്ലേ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. അവിടെ നിങ്ങോട്ടല്ലേ മൂല്യം കുറഞ്ഞു വരുന്നത്. അപ്പോൾ കാലം ചെല്ലും തോറും നബി തങ്ങളുടെ കാലത്തോട് അകലുന്നതിനാൽ പുണ്യം കുറഞ്ഞു വരുന്നു എന്നല്ലേ ഹദീസ് പഠിപ്പിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഔലിയാക്കൾ എന്തുകൊണ്ട് ഔലിയാക്കളായി എന്നറിഞ്ഞ് അതിലേക്കൊന്ന് നീങ്ങണേ. സദസ്സൊക്കെ ഒരു 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റു നിന്നാൽ നമുക്ക് ഹബീബായ റസൂലുള്ളാഹിനെ ഒന്ന് പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പറയാം. എന്നിട്ട് നമുക്കൊരു 2 കലിമത്ത് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബിലേക്ക് വലിയ മഹബ്ബത്ത് നീ നൽകണേ റഹ്മാനേ. എല്ലാ ഇമാമീങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടല്ലേ വിജയം വരിച്ചു പോയത്. ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ടാണ് എല്ലാ ഇമാമീങ്ങളും വിജയത്തിലേക്ക് വന്നു പോയത്. ആ ഇമാമീങ്ങളെ പോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഒന്ന് മഹബ്ബത്ത് വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള സഹോദരന്മാരെ, പരിസരത്തൊക്കെ ഉള്ളവരൊന്നടുത്തു നിന്നാൽ നമുക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് എല്ലാ സദസ്സിന്റെയും അലങ്കാരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കിതാബുകൾ എഴുതിയ ഇമാമീങ്ങൾ അതുകൊണ്ട് കൊതിച്ചത് മുത്തുനബി തങ്ങളിലേക്കുള്ള മഹബ്ബത്താണ്, മുത്തുനബി തങ്ങളോടുള്ള ഖുർബാണ്. അവരുടെ കിതാബുകൾ ഹബീബിന്റെ അടുക്കലേക്കാണ് അവർ വെച്ചത്. എല്ലാ മഹാന്മാരും ചൊല്ലുന്നതോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേരാനാണ്. അവരെല്ലാം അതുവഴി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുകയാണ്. അറിയില്ലേ സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അമല്. എല്ലാ മഹാന്മാരും വിജയം വരിച്ചത് അതിലൂടെയാണ്. എല്ലാ നേതാക്കളും ഉന്നതങ്ങളിലേക്ക് എത്തിയത് ഹബീബിലൂടെയാണ്. ഹുബ്ബുൻ നബി വമദ്ഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് എല്ലാത്തിനേക്കാളും വലിയ അമല്. ഹബീബിലേക്കുള്ള ചേരലാണ് എല്ലാ വിജയത്തിന്റെയും നിദാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വേട്ടയാടിയ ഉടുമ്പിനെയും കൊണ്ട് വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്,
ഓ നബിയേ, ഈ ഉടുമ്പ് കലിമ ചൊല്ലിയാൽ തങ്ങളെ അംഗീകരിച്ചാൽ ഞാൻ അംഗീകരിക്കാം നബിയേ. ഇമാം ബൈഹഖിയുടെ നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഉടുമ്പ് നടത്തുന്ന സംഭാഷണം ദീർഘമാണ്. ഹബീബ് തങ്ങൾ ചോദിച്ചു, അല്ല ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? ഉടനെ പറഞ്ഞു, വഫിസ് സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു. അല്ലാഹു ആകുന്ന അവന്റെ അർശ് വാനലോകത്താണ്, അവന്റെ അധികാരമാണ് ഭൂമിയുടെ അധികാരം. അവന് സമുദ്രത്തിൽ പ്രത്യേകമായ സഞ്ചാര വഴി ഉണ്ടാക്കി തന്നവനാണ്. അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. മൻ അന, ഞാനാരാണ് ഉടുമ്പേ? അവിടുന്ന് മുത്തുനബി തങ്ങളെ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിയാണ്. തങ്ങളെ അംഗീകരിച്ചവർ വിജയിച്ചവരാണ്, തങ്ങളെ നിഷേധിച്ചവരോ പരാജിതരാണ്. ഈ മനുഷ്യൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. ഉടുമ്പിന്റെ വർത്തമാനം കേട്ട് ഹിദായത്തിലായി. തിരിച്ചു പോകും